നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളൊരു വിഷയമാണ്. ഈ വിഷയം ചർച്ചയ്ക്കായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ സീനിയർ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ അരുൺ ബി നായരാണ്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഈ വ്യക്തിത്വ വൈകല്യം അത് എല്ലാ പേഴ്സണിലും ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഒരു വ്യക്തിയുടെ വൈകല്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബോർഡർ ലൈൻ വരയ്ക്കാൻ വലിയ പാടാണ് എന്നുള്ളത്. അതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ചിലർക്ക് ചില പ്രത്യേക കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങളുള്ളതായിട്ട് തന്നെ നമുക്ക് തോന്നും. അത് യഥാർത്ഥത്തിൽ സത്യമാണ്. വ്യക്തിത്വം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ചില സംഗതികൾ, അത് പാരമ്പര്യമായി അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സ്വഭാവ സവിശേഷതകൾ കുറേയൊക്കെ ജനിതകമായി ജീനുകൾ വഴി ഓരോ വ്യക്തിക്കും കിട്ടുമല്ലോ. ഈ സ്വഭാവ സവിശേഷതകൾ കുറച്ച് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അല്പം വ്യത്യാസങ്ങൾ സംഭവിച്ചേക്കാം. അപ്പോൾ ഈ ജന്മസിദ്ധമായി കിട്ടുന്ന സ്വഭാവങ്ങൾ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറച്ച് വ്യത്യാസം കൂടെ വരുമ്പോഴാണ് ശരിക്കും ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി രൂപപ്പെടുന്നത്. വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് പറയുന്നത് ഒരു സാഹചര്യത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, അനിഷ്ടകരമായ ഒരു സന്ദർഭം വരുമ്പോൾ എങ്ങനെയാണ് അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നത്, സമ്മർദ്ദം വരുമ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടുന്നത്, സന്തോഷം വരുമ്പോൾ എങ്ങനെയാണ് അതിനെ തരണം ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സംഗതികളാണ് പ്രധാനമായിട്ടും വ്യക്തിത്വത്തിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തിത്വ വൈകല്യം എന്ന് പറയുമ്പോൾ ചെറിയ ഒരു സമ്മർദ്ദം വരുമ്പോൾ തന്നെ വളരെ വലിയ രീതിയിലുള്ള പെരുമാറ്റ വ്യത്യാസങ്ങൾ പ്രദർശിപ്പിക്കുകയും അത് മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അത് പോവുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ വ്യക്തിത്വ വൈകല്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്യക്തിത്വ വൈകല്യങ്ങൾ 10 വ്യത്യസ്ത തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഒരു വികാരങ്ങളും നിയന്ത്രിക്കാൻ കഴിവില്ലാത്തൊരവസ്ഥയാണ്. സങ്കടം വന്നാൽ പെട്ടെന്ന് പരസ്യമായി പൊട്ടിക്കരയും. ഇഷ്ടം ഉള്ളൊരു കാര്യം ചെയ്യാൻ ആരെങ്കിലും തടസ്സം നിന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കും, അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തും. സന്തോഷം വന്നാൽ ചിലപ്പോൾ ഒരു വ്യക്തിയെ കെട്ടി ചുംബിക്കാൻ പോലും മടിക്കാത്ത രീതിയിലേക്ക് പോയെന്നിരിക്കും. ദേഷ്യം വന്നാൽ അനിയന്ത്രിതമായ ദേഷ്യമായിരിക്കും. എന്ത് സാധനങ്ങളും എറിഞ്ഞ് നശിപ്പിക്കും, മറ്റുള്ളവരെ ഉപദ്രവിക്കും. ഈ ദേഷ്യപ്രകടനം കഴിഞ്ഞ് കുറേ നേരം കഴിയുമ്പോൾ, ദേഷ്യമൊക്കെ തണുത്ത് കഴിയുമ്പോഴേക്ക് ഒരു കുറ്റബോധം, ഞാനിങ്ങനെ ചെയ്തു പോയത് ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് മാപ്പ് ചോദിക്കും. ഈ മാപ്പ് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ബന്ധുക്കൾ വിചാരിക്കും അദ്ദേഹം നന്നായി പോയി എന്ന്. പക്ഷെ ഒരു പ്രയോജനവും. പിറ്റേന്ന് രാവിലെ വീണ്ടും ദേഷ്യപ്രകടനങ്ങൾ ഇങ്ങനെ ആവർത്തിക്കും. ഇവർക്ക് വ്യക്തമായൊരു ലക്ഷ്യബോധം കാണില്ല. എങ്ങനെയോ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഒരു തുടർച്ചയായ ഒരു ശൂന്യതയാണ് അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ ആസൂത്രണം ചെയ്യാനും ഇവർക്ക് കഴിവില്ലാത്തൊരു സ്വഭാവമാണ്. പലപ്പോഴും ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, ബോർഡർ ലൈൻ വ്യക്തിത്വ വൈകല്യങ്ങളുള്ള ആളുകളാണ് പലപ്പോഴും വിവാഹശേഷം വിവാഹബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ വരികയും അതുപോലെ വഴക്കുകളും കേസുകളും ഒക്കെ ആയിട്ട് പലപ്പോഴും കുടുംബ കോടതികളിലും മറ്റുമൊക്കെ എത്തിച്ചേരാൻ സാധ്യതയുള്ളൊരു വിഭാഗമാണ് ഈ ബോർഡർ ലൈൻ വ്യക്തിത്വ. തീർച്ചയായിട്ടും സാർ, ഈ ബോർഡർ ലൈൻ വ്യക്തിത്വ വൈകല്യങ്ങളുള്ളവർ സാധാരണഗതിയിൽ നമുക്കറിയാം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ പ്രൊഫഷണൽ കെയർ എടുക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ സാധാരണമല്ല. അതിപ്പോൾ ഒരു പനി വന്നാൽ നമ്മൾ പെട്ടെന്നൊരു ഡോക്ടറെ പോയി കാണും. പക്ഷേ ഹാർട്ടിനൊരു പ്രശ്നം വന്നാൽ പെട്ടെന്നൊരു ഡോക്ടറെ പോയി കാണും. പക്ഷേ ഇത്തരത്തിലുള്ളൊരു വ്യക്തിത്വ വൈകല്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക എന്ന് പറയുന്നത് ഇപ്പോഴും കേരളത്തിൽ ചെയ്യാത്തൊരു കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ടോ? 2 കാരണങ്ങൾക്കാണ് ഈ ബോർഡർ ലൈൻ വ്യക്തിത്വ വൈകല്യമുള്ള ആളുകൾ ഡോക്ടറിനെ തേടി വരുന്നത്. ഒന്ന്, ഒരു കോടതി ഉത്തരവ് പ്രകാരം അവരുടെ മനഃശാസ്ത്ര വിശകലനത്തിന് വേണ്ടി ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് അവർ വന്നെന്നിരിക്കാം. അത് പലപ്പോഴും വിവാഹമോചനങ്ങളുടെ കേസുകളുടെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കും. രണ്ടാമത്, ഈ ബോർഡർ ലൈൻ വ്യക്തിത്വ വൈകല്യമുള്ള ആളുകൾ ആത്മഹത്യാ പ്രവണത വളരെ കൂടുതലുള്ള ആളുകളാണ്. അവരാഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കാതെ വന്നാൽ, വളരെ ചെറിയ ഒരു പ്രശ്നമാണെങ്കിൽ പോലും ആത്മഹത്യാ പ്രവണതയായിരിക്കും അതിൻ്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ചെറിയ ഒരു കാര്യം ആരെങ്കിലും സാധിച്ചു കൊടുത്തില്ലെങ്കിൽ ഉടനെ ബ്ലേഡ് എടുത്ത് കൈമുറിച്ച് വെക്കുക, അല്ലെങ്കിൽ ഒരു 4 ഗുളികകൾ എടുത്ത് കഴിച്ച ശേഷം പുറത്തേക്ക് വന്ന് 40 ഗുളികകൾ വിഴുങ്ങി എന്ന് പറഞ്ഞ് ബന്ധുക്കളൊക്കെ ഒന്ന് ഭയപ്പെടുത്തുക. മരിക്കണം എന്നൊരു താല്പര്യം ഇവർക്ക് ഇല്ല. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ളൊരു ആത്മഹത്യാ പ്രവണതയല്ല, ആത്മഹത്യാ ചേഷ്ടകൾ അഥവാ സൂയിസൈഡൽ ജസ്റ്റേഴ്സാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് പലപ്പോഴും മറ്റുള്ളവരെ ഭയപ്പെടുത്താനും അവരുടെ ആഗ്രഹങ്ങൾ നേടാനുള്ളൊരു ഉപാധിയായിട്ട് ഇവർ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ ശരീരമാസകലം വളരെ ഉപരിപ്ലവമായ മുറിവുകൾ, നിരന്തരമായിട്ട് ഗുളികകൾ അധികം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുക, ഇങ്ങനെയുള്ള രീതികളാണ്. അപ്പോൾ പലപ്പോഴും ഒരു വ്യക്തി 40 ഗുളികകൾ കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കൾക്ക് വലിയ മാർഗ്ഗങ്ങളൊന്നുമില്ല, ആശുപത്രിയിൽ കൊണ്ടുപോകുക എന്നുള്ളതേ നിവർത്തിയുള്ളൂ. പലപ്പോഴും അങ്ങനെയാണ്
ഈ ബോർഡർ ലൈൻ വ്യക്തിത്വ വൈകല്യമുള്ള ആളുകൾ ഒരു സൈക്യാട്രിസ്റ്റിന്റെ മുമ്പിൽ എത്തുന്നത്. ഇങ്ങനെ ആത്മഹത്യാ ശ്രമവുമായി ആശുപത്രിയിൽ അഡ്മിറ്റഡായി തുടർന്ന് ആണ് ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ബോർഡർ ലൈൻ വ്യക്തിത്വ വൈകല്യങ്ങളുള്ള ആൾക്കാരെ നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ പറ്റും. ഒരു ഇപ്പം നമ്മൾ പറയാം, കുട്ടികൾ തന്നെ ഇത് കണക്ക് തന്നെ നമുക്കറിയാം, ചില ആൾക്കാർ സന്തോഷം കണ്ടാൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു, എന്തെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ അടിച്ച് പൊട്ടിച്ച് ഒരു രീതിയിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനുള്ള കുട്ടികൾ നമ്മൾ കുട്ടിയിലെ തന്നെ നമുക്ക് പല ആൾക്കാർക്കും തിരിച്ചറിയാറുണ്ട്. അപ്പോൾ ആ സമയത്തൊരു ചികിത്സയുടെ ഒരു സമയം നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും ഈ ബോർഡർ ലൈൻ വ്യക്തിത്വ വൈകല്യം ഉള്ളവർക്ക് കുട്ടിക്കാലം തൊട്ട് തന്നെ കുറച്ചൊക്കെ പെരുമാറ്റ വൈകല്യങ്ങൾ കാണും. പ്രധാനമായിട്ട് കുട്ടിക്കാലത്ത് അമിതമായിട്ടുള്ളൊരു പിടിവാശിയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷണം. ആഗ്രഹിക്കുന്ന കാര്യം നടന്നേ പറ്റൂ. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നുള്ള നിലയിൽ അവർ ഭയങ്കരമായിട്ട് ബഹളം വെക്കും. ആഗ്രഹിക്കുന്ന നടന്നില്ലെങ്കിൽ ചിലപ്പോൾ സാധനങ്ങൾ എടുത്ത് എറിഞ്ഞെന്നിരിക്കും, മറ്റുള്ളവരെ ഉപദ്രവിച്ചെന്നിരിക്കും, മരിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നിരിക്കും. ഇങ്ങനത്തെ വാശിയാണ് പലപ്പോഴും കുട്ടിക്കാലത്തെ ഒരു ലക്ഷണം. ഇത് കൗമാരപ്രായത്തിലേക്ക് എത്തുമ്പോൾ മറ്റു പല സ്വഭാവങ്ങളും സ്വീകരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു കൗമാരത്തിലെ സവിശേഷത എന്ന് പറയുന്നത് വളരെ എളുപ്പമായിരിക്കും ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത്. മനോഹരമായിട്ട് സംസാരിക്കും, ആകർഷകമായി പെരുമാറും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് സൗഹൃദങ്ങൾ ഉണ്ടാവും. ഈ സൗഹൃദങ്ങളിൽ ചിലതൊക്കെ ഒരു പ്രണയബന്ധം പോലെയുള്ള ഒരു വലിയൊരു ബന്ധത്തിലേക്ക് അത് വഴിമാറും. അത് ശാരീരികമായിട്ടുള്ള ബന്ധങ്ങൾ ഉൾപ്പെടെ അതിൽ വളരെ എളുപ്പം നടക്കാനും സാധ്യതയുണ്ട്. ഈ പ്രണയിക്കുന്ന സമയത്ത് കാമുകനെ അങ്ങേയറ്റം സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത്. പക്ഷേ വളരെ നിസാര കാര്യത്തിന് ഇവർ പിണങ്ങുകയും ചെയ്യും. ഇപ്പോൾ കാമുകനെ വിളിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ ബന്ധം പൂർണ്ണമായിട്ട് വെട്ടി എറിയാൻ ഇവർക്ക് ഒരു മടിയുമില്ല. എന്നിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുകയും അദ്ദേഹവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുകയും, പലപ്പോൾ ഈ രണ്ടാമത്തെ കാമുകൻ്റെ വണ്ടിയുടെ പുറകിലിരുന്ന് ആദ്യത്തെ കാമുകൻ്റെ ഫ്രണ്ടിലൂടെ ഒന്ന് കറങ്ങി എനിക്ക് പുതിയ ആളിനെ കിട്ടി എന്നുള്ള രീതിയിൽ മറ്റേ ആളിനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. വളരെ ബാലിശമായ ഒരു പ്രതികാര നിർവഹണ മനോഭാവമൊക്കെ ആയിട്ടായിരിക്കും ഇവർ പോകുന്നത്. പലപ്പോഴും ഈ ഒരു ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ ചില ഇടപെടലുകൾ നടത്തിക്കഴിഞ്ഞാൽ ഇതൊരു പൂർണ്ണമായ രീതിയിലുള്ളൊരു വ്യക്തിത്വ വൈകല്യമായി വളർന്നു വരുന്നത് തടയാനായിട്ട്. തീർച്ചയായിട്ടും സാർ, അതിലേക്ക് വരാൻ ഒരു കോള് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ഹലോ, പാലക്കാട് നിന്ന് രാമകൃഷ്ണൻ. ഡോക്ടർ നമ്മുടെ ഉണ്ടല്ലോ, സംശയം ചോദിക്കാം സാർ, പറയൂ. ഹലോ ഡോക്ടർ. നമസ്കാരം, പറഞ്ഞാട്ടെ. നമസ്കാരം. അതെ, ഈ ഡിപ്രഷൻ പറ്റി അറിയാനാണ്. ഈ ഡിപ്രഷന് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് മാറി വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ടോ? ഈ ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഒരാളുടെ ജീവിതത്തിൽ വന്നാൽ 9 മാസക്കാലം മരുന്നുകൾ കഴിക്കണം എന്നാണ് ഈ ചികിത്സാ മാനദണ്ഡങ്ങളൊക്കെ പറയുന്നത്. പലപ്പോഴും ഒരു 2 ആഴ്ച കൊണ്ടോ 3 ആഴ്ച കൊണ്ടോ രോഗലക്ഷണങ്ങൾ പൂർണ്ണമായും മാറിയെന്നിരിക്കും. പക്ഷെ എന്നാൽ പോലും ഒരു 9 മാസക്കാലം മരുന്ന് കഴിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഈ മരുന്നുകളോടൊപ്പം തന്നെ ചില ബിഹേവിയർ തെറാപ്പി, ചില മനഃശാസ്ത്ര ചികിത്സകൾ അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഈ മരുന്ന് നിർത്തിക്കഴിഞ്ഞാലും പിന്നീട് വിഷാദരോഗം ആവർത്തിച്ച് വരാതിരിക്കാൻ വളരെയധികം സഹായകമാവും. പലപ്പോഴും ഏറ്റവും കൂടുതൽ ഈ മരുന്ന് ചികിത്സയോടൊപ്പം ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് തെറാപ്പി, മനോനിറവ് അധിഷ്ഠിത ബൗദ്ധിക ചികിത്സ എന്നൊരു മനഃശാസ്ത്ര ചികിത്സയുണ്ട്. ഇതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ വിഷാദം ആവർത്തിച്ച് വരാതിരിക്കാൻ വളരെയധികം അത് സഹായിക്കും. ആണ്, അവൈലബിൾ ആണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത് അവൈലബിൾ ആണ്. ഓക്കെ സാർ, സാറിന്റെ സംശയം മാറിക്കാണമെന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചതിന് നന്ദി സാർ. നമ്മൾ കൗമാരക്കാരുടെ പ്രശ്നങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കൗമാരപ്രായക്കാരിൽ സാർ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു പ്രശ്നത്തിന് പിണങ്ങി അതിന് ബാലിശമായ ഒരു രീതിയിലുള്ള പ്രതികാരമൊക്കെ ചെയ്ത് നടക്കുന്ന ഒരാളെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയത്ത് തന്നെ നമുക്കത് നിയന്ത്രിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും അത് നിയന്ത്രിക്കാൻ സാധിക്കും. എത്രയും നേരത്തെ ഇടപെടുന്നോ അത്രയും ഭംഗിയായിട്ട് അതിനെ നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇത്തരത്തിലൊരു സ്വഭാവമുള്ള അമിതമായ ആത്മഹത്യാ ചേഷ്ടകൾ, അമിത ദേഷ്യം, ഇത്തരത്തിൽ മാറി മാറി അനവധി ആളുകളുമായിട്ട് ബന്ധങ്ങൾ പുലർത്തുന്ന അത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു സമയത്ത് ഒരു കൗൺസിലിംഗ് നൽകി കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് പറ്റും. ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു പ്രാഥമിക ഘട്ടത്തിലുള്ള ഒരു മനഃശാസ്ത്ര ഇടപെടലാണ്. അവരുടെ പ്രശ്നം എന്താണെന്ന് അവരെ കൊണ്ട് തന്നെ ബോധ്യപ്പെടുത്തി അതിനുള്ള പരിഹാര മാർഗങ്ങൾ അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ് കൗൺസിലിംഗ്. പലപ്പോഴും ചില ഘട്ടങ്ങളിലെങ്കിലും ഈ കൗൺസിലിംഗ് പോരാതെ വരും ഇത്തരം ആളുകളിൽ. അപ്പോൾ അവർക്കാണ് കുറച്ചുകൂടെ സങ്കീർണമായ രീതിയിലുള്ള ബിഹേവിയറൽ തെറാപ്പി, പെരുമാറ്റ ചികിത്സ എന്ന് പറഞ്ഞ ഒരു മനഃശാസ്ത്ര ചികിത്സയിലേക്ക് നമ്മൾ പോകുന്നത്. അത് കുറേ കൂടെ വിശാലമായ രീതിയിൽ കുറേ കൂടെ സമയമെടുത്ത് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. പലപ്പോഴും കൗമാരപ്രായത്തിൻ്റെ ആരംഭകാലത്തിലൊക്കെ ഇത്തരം പെരുമാറ്റ വൈകല്യങ്ങളെ ഈ ബിഹേവിയർ തെറാപ്പി വഴി തന്നെ വലിയൊരളവ് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും. പലപ്പോഴും ഇത്
ഈ ഘട്ടങ്ങളിലൊന്നും ഇടപെടാതെ കൗമാരത്തിൻ്റെ ഉത്തരാർത്ഥത്തിൽ അല്ലെങ്കിൽ യൗവനത്തിൻ്റെ ആരംഭത്തിൽ പലപ്പോഴും വിവാഹത്തിന് ശേഷമായിരിക്കും ആദ്യമായിട്ട് ഒരു വൈദ്യശാസ്ത്ര ശ്രദ്ധയിലേക്ക് വരുന്നത്. അപ്പോഴേക്കും ഈ വ്യക്തിത്വ വൈകല്യം പൂർണ്ണ രൂപം പ്രാപിച്ചു കഴിയുമെന്നുള്ളതുകൊണ്ട് ആ ഘട്ടം എത്തുമ്പോൾ പലപ്പോഴും തുടക്കത്തിലെങ്കിലും ഔഷധ ചികിത്സ, മരുന്നുകളും കൂടെ വേണ്ടി വരും. ഇവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ഇവരെ സഹായിക്കുന്ന രീതിയിൽ ഇവരുടെ തലച്ചോറിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കാനുള്ള ഔഷധ ചികിത്സ വേണ്ടി വരും. ഔഷധ ചികിത്സയോടൊപ്പം തന്നെ ബിഹേവിയർ തെറാപ്പി, പെരുമാറ്റ ചികിത്സയും കൂടെ ഒരുമിച്ച് കൊടുക്കും. ഈ വ്യക്തിക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ? ഇപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരെ പോലെയല്ല, എനിക്ക് സന്തോഷം വരുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരിൽ നിന്നും കൂടുതൽ സന്തോഷവും ദേഷ്യവും ഒക്കെ വരുമ്പോൾ മറ്റൊരാൾ പ്രതികരിക്കുന്നതിൽ അപ്പുറത്തേക്ക് പ്രതികരിക്കും എന്നുള്ളത് ഈ വ്യക്തിക്ക് തിരിച്ചറിയാൻ സാധിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഇത്തരക്കാർക്ക് തങ്ങളുടെ പെരുമാറ്റം കുറച്ചൊരു പ്രശ്നമാണ് എന്നവർക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ പലപ്പോഴും ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ച് ബന്ധുക്കളുടെ അടുത്തൊക്കെ വല്ലാതെ ക്ഷോഭിച്ച ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് വന്ന് മാപ്പ് ചോദിക്കും. എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടെ, എൻ്റെ നിയന്ത്രണം വിട്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് മാപ്പ് ചോദിക്കും. ആ ഒരു തിരിച്ചറിവുള്ളത് കൊണ്ടാണ്. പക്ഷേ മറ്റൊരു സംഗതി, മറ്റുള്ളവരുടെ പെരുമാറ്റം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മാത്രമേ എന്താണ് താനും അവരും തമ്മിലുള്ള വ്യത്യാസം എന്നൊരു ബോധ്യം വരികയുള്ളൂ. അപ്പോൾ സന്തോഷം വരുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു, അതിനെന്താ തകരാറ്? അതിനെക്കുറിച്ച് അവർക്കൊരു വലിയൊരു ബോധ്യം ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഈ ദേഷ്യം എന്ന് പറഞ്ഞൊരു വികാരം കുറച്ച് അധികമാണ്, അത് നിയന്ത്രിക്കേണ്ട ഒരു വിഷയമാണെന്നൊരു തിരിച്ചറിവ് പലപ്പോഴും ഈ ബോർഡർ ലൈൻ വ്യക്തിത്വ വൈകല്യമുള്ള മിക്കവാറും എല്ലാവർക്കും കാണും. തിരിച്ചറിയാം. തീർച്ചയായിട്ടും സാർ, ഒരു കോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഹലോ സാർ, കോള് കട്ടായി തോന്നുന്നു. സാർ, ഇതിൻ്റെ ഒരു റിലേറ്റീവ്സ്, ഇപ്പോൾ നമുക്കറിയാം ഈ ബോർഡർ ലൈൻ വ്യക്തിത്വ വൈകല്യവുമായിട്ട് നടക്കുന്ന ആൾക്കാരുടെ അവർ ഒരു പക്ഷേ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ ആയിരിക്കാം, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ ആയിരിക്കാം. ഇപ്പോൾ ഇവർക്ക് ഇവരുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് വളർന്നു വരുമ്പോൾ തന്നെ ഈ വ്യതിചലനങ്ങൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഒരു പക്ഷേ ഇപ്പോൾ കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കൂട്ടുകാരിൽ ഒരു ഗ്രൂപ്പിൽ ഒരാൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന്, അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യങ്ങളുണ്ട് എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും? വളരെയധികം സാധിക്കും. കാരണം പലപ്പോഴും ഈ കൗമാരപ്രായത്തിലൊക്കെ കൂട്ടുകാരാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ സ്വാധീന ശക്തി എന്ന് പറയുന്നത് തന്നെ. ഇപ്പോൾ നിസാര കാര്യത്തിന് ഒരാൾ വല്ലാതെ ക്ഷോഭിക്കുന്നു. ആ ക്ഷോഭിക്കുക എന്ന് പറയുന്നത് സാധനങ്ങൾ തച്ചു തകർക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ശാരീരികമായി ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് വരുന്നുവെങ്കിൽ അതൊരു തകരാറായി മനസ്സിലാക്കി അയാൾക്ക് അയാളുടെ ദേഷ്യം നിയന്ത്രിക്കാൻ വേണ്ട ചില സഹായങ്ങൾ നൽകാനുള്ള ഒരു വൈകാരിക പിന്തുണ സുഹൃത്തുക്കൾക്ക് നൽകുക. ഈ സുഹൃത്തുക്കളുടെ ഇടപെടൽ കൊണ്ടും അത് ഭേദമാകുന്നില്ല, അത് അനിയന്ത്രിതമായിട്ട് കൂടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിന്റെ സേവനം തേടാനായിട്ട് സുഹൃത്തുക്കൾക്ക് ഇയാളെ പ്രേരിപ്പിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും സാർ, അതിലേക്ക് പോകാം. ഒരു കോൾ കൂടെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ഹലോ. ഓക്കെ ഡോക്ടർ, നമ്മോടൊപ്പം ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ. മാഡം കുറച്ചുകൂടെ ഉച്ചത്തിൽ സംസാരിക്കാമോ? പറയൂ മാഡം. മാഡത്തിന്റെ കോള് ക്ലിയർ അല്ലാന്ന് തോന്നുന്നു. പറഞ്ഞോളൂ. എന്റെ കുട്ടിക്ക് 8 വയസ്സായി. അതെ, പറഞ്ഞോളൂ, ചോദിച്ചോളൂ. കോള് ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു സാർ. സാർ, ഇത്തരത്തിലുള്ള സാർ നേരത്തെ പറഞ്ഞല്ലോ സുഹൃത്തുക്കൾ. അപ്പോൾ സുഹൃത്തുക്കൾ ഇപ്പോൾ ഒരു കുട്ടിയെ എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു ചിന്ത, ഇപ്പോഴും നമുക്കറിയാം ഒരു കൗമാരപ്രായത്തിലുള്ള ആൾക്കാർ കൂട്ടിയിരുന്ന് ചിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു കുട്ടിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് കരുതി ഒരു ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ചിന്ത അവരിൽ ഉദിക്കുമോ? അല്ല, ഇത് ഒരു പരിധി വിട്ടുപോകുന്നു. കാരണം ഇപ്പം നമ്മുടെ ഒരു സുഹൃത്ത് മരിക്കാൻ ശ്രമിക്കുകയാണ്. അവൻ ഒരു നിസാര കാര്യത്തിന് മരിക്കാൻ വേണ്ടി ഗുളിക കഴിക്കുന്നു, അല്ലെങ്കിൽ ബ്ലേഡ് എടുത്ത് വെച്ച് കൈയൊക്കെ മുറിച്ചിട്ട് രക്തമൊക്കെ ചീറ്റി ഇങ്ങനെ വല്ലാത്തൊരു പ്രകൃതം പ്രദർശിപ്പിക്കുന്നു. തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം അതൊരു സ്വാഭാവികമായ ഒരു സംഗതി അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ കൂട്ടുകാർക്ക് ചെയ്യാവുന്നത് ആ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് അതുമായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ വേണ്ട ഒരു വൈകാരിക പിന്തുണ, ഈ നമ്മുടെ പ്രശ്നക്കാരനായ സുഹൃത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് അയാളുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഘട്ടം. പക്ഷേ അവരെത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോലും ഇദ്ദേഹത്തിൻ്റെ ഈ ആത്മഹത്യാ പ്രവണതയൊന്നും മാറുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു വൈദ്യസഹായം വേണ്ട ഒരു സംഗതിയാണ്. സുഹൃത്തുക്കൾ പറഞ്ഞാൽ പലപ്പോഴും വൈദ്യസഹായം തേടാൻ ഈ കൗമാരപ്രായക്കാർ റെഡിയാകുകയും ചെയ്യുന്നുള്ളതാണ് സാർ. തീർച്ചയായിട്ടും സാർ, ഒരു കോൾ കൂടെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഹലോ. വയനാട്ടിൽ നിന്നാണ്. ഡോക്ടർ നമ്മോടൊപ്പം ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ മാഡം, പറയൂ. ഹലോ ഡോക്ടർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, പറഞ്ഞാട്ടെ. പറയൂ മാഡം. പിന്നെ എന്റെ മോൾക്ക് 20 വയസ്സായി. മോള് LLB പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മോൾക്ക് എപ്പോഴും ഇപ്പൊ ഡോക്ടർ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു കംപ്ലൈന്റ് ആണ്. പെട്ടെന്ന് ദേഷ്യമില്ല, കൂടുതൽ പറയുന്നില്ല, നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെയുള്ള കംപ്ലൈന്റ് ആണ്.
ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും എടുത്തു തരിക. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അതേപോലെ തന്നെ നല്ല ക്യാരക്ടറിലേക്ക് അവള് വരികയും ചെയ്യും. പക്ഷെ പഠിക്കുന്നതിലൊക്കെ നല്ല മിടുക്കിയാണ്. അല്ല, അത് ഈ പറയുന്നത് ഈ ബോർഡർ ലൈൻ വ്യക്തിത്വ വൈകല്യമുള്ള ആളുകൾക്ക് പഠനത്തിലോ ബുദ്ധിശക്തിയിലോ ഒന്നും യാതൊരുവിധ പോരായ്മകളും ഉണ്ടാകില്ല. പലരും വളരെ സമർത്ഥരായിരിക്കുകയും ചെയ്യും. അവർക്ക് ഈ പെരുമാറ്റം, സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്ന രീതി, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന രീതിയിലായിരിക്കും അവർക്ക് പോരായ്മകളുള്ളത്. അതിപ്പോൾ അതൊരു പരിധിയിൽ കൂടുതലായിട്ട് വരുന്നു. മറ്റുള്ളവർക്ക്, നമ്മുടെ പരിസര പ്രദേശത്തുള്ള ആളുകൾക്ക് അസഹ്യമായ രീതിയിലേക്ക് ആ പെരുമാറ്റ വൈകല്യം വളരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ ഇടപെടൽ വേണ്ട ഒരു വിഷയമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അത് എത്രയും പെട്ടെന്ന് അതിനനുസരിച്ചുള്ളൊരു ചികിത്സ തേടിക്കഴിഞ്ഞാൽ പ്രാരംഭഘട്ടത്തിലാണെങ്കിൽ മരുന്നുകളില്ലാതെ തന്നെ മനഃശാസ്ത്ര ചികിത്സാ രീതികൾ കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, മാഡത്തിൻ്റെ സംശയം മാറിക്കാണമെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. സാർ, ഈ സാധാരണഗതിയിൽ ഈ ബോർഡർ ലൈൻ വ്യക്തിത്വ വൈകല്യങ്ങളുള്ള ആൾക്കാർ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം എപ്രകാരമായിരിക്കും? അവർ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ അടിമയാകാനും അല്ലെങ്കിൽ അതുവഴി അവരുടെ ഈ ബോർഡർ ലൈൻ വ്യക്തിത്വ വൈകല്യങ്ങൾ കൂടാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്? സാധാരണഗതിയിൽ ബോർഡർ ലൈൻ വ്യക്തിത്വ വൈകല്യം പുരുഷന്മാരെ അപേക്ഷിച്ച് അല്പം കൂടെ കൂടുതൽ സ്ത്രീകളിലാണ് കാണുന്നത്. എങ്കിൽ പോലും പുരുഷന്മാരിലും അതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പുരുഷന്മാരിലെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ളവരിലെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, അവർ ലഹരി വസ്തുക്കൾക്ക് വേഗം അടിമപ്പെടാൻ സാധ്യത കൂടുതലായിട്ട് കാണുന്നു. അതെനിക്ക് തോന്നുന്നു പുരുഷന്മാർക്ക് ഈ ലഹരി വസ്തുക്കളുടെ ലഭ്യത അല്പം കൂടെ നമ്മുടെ സാമൂഹ്യ സവിശേഷതകൾ കൊണ്ട് കൂടുതലായതുകൊണ്ടായിരിക്കാം. മദ്യം, സിഗരറ്റ്, അത്തരം സംഗതികളൊക്കെ അവരൊരു ഔഷധമായിട്ട് പലപ്പോഴും ഉപയോഗിക്കും. അവരുടെ മനസ്സിലെ ഒരു സംഘർഷം ലഘൂകരിക്കാനുള്ളൊരു ഔഷധമായിട്ട് അവരത് ഉപയോഗിക്കുകയും അപ്പോൾ അതിന് ക്രമേണ അവർ അടിമപ്പെട്ടു പോവുകയും ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത. സാർ, ഇപ്പോൾ ഇതിൻ്റെ ചികിത്സ പ്രകാരമാണ് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഒരാൾ നോട്ടീസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അത് ഒരു സാധാരണ ആളിന് ഒരു ബോർഡർ ലൈൻ വ്യക്തിത്വ വൈകല്യമാണോ എന്ന് തിരിച്ചറിയാൻ ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കാം. ഒരു അച്ഛൻ, ഒരു മകൻ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊരു ഡയഗ്നോസിലേക്ക് എത്താനായിട്ടൊരു ബുദ്ധിമുട്ടായിരിക്കും. എന്താണ് ഒരു പേരൻ്റ് എന്നുള്ള നിലയിൽ ചെയ്യുക? ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒരു ചെറിയൊരു ദേഷ്യം എന്നുള്ളത് കാണുന്ന ഉടനെ തന്നെ നമ്മൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ആണെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. ദേഷ്യം വല്ലാതെ കൂടിയിട്ട് സാധനങ്ങൾ നശിപ്പിക്കുന്നു, നിരന്തരമായിട്ട് സ്വയം മുറിവേൽപ്പിക്കുന്നു, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നു, പൊതുസ്ഥലത്ത് പോലും ദേഷ്യം നിയന്ത്രിക്കാനാകാതെ വല്ലാത്ത രീതിയിൽ പ്രകടിപ്പിക്കുന്നു. അതേപോലെ എല്ലാത്തരം വികാരങ്ങളും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഒരു ജോലിയിലും ഉറച്ചു നിൽക്കുന്നില്ല. ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ തുടങ്ങുന്നു, വളരെ പെട്ടെന്ന് വിടുന്നു. അത് വിദ്യാഭ്യാസ കാലത്തെ കാണും. ചിലപ്പോൾ ഒരു കോഴ്സിന് പഠിക്കാൻ വേണ്ടി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അത് മടുത്തിട്ട് ആ കോഴ്സിന് പോകാതെ മറ്റൊരു കോഴ്സിന് പോയി ചേരുന്നു. ഇങ്ങനെ മാറി പോകുന്ന അവസ്ഥ. ഇത്തരം ഘട്ടങ്ങളൊക്കെ എത്തുമ്പോഴാണ് ഇതൊരു ബോർഡർ ലൈൻ വ്യക്തിത്വ വൈകല്യമാണോ എന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം ഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം തേടുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ചികിത്സയെക്കുറിച്ച് ചോദിച്ചാൽ, ഒരു ബോർഡർ ലൈൻ വ്യക്തിത്വ വൈകല്യം പൂർണ്ണമായും പ്രകടമായി കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള ചികിത്സകൾ രണ്ടും കൂടെ സംയോജിപ്പിച്ചാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തേത് ഔഷധ ചികിത്സയാണ്, മരുന്നുകൾ. നമ്മുടെ തലച്ചോറാണ് നമ്മുടെ എല്ലാ വികാരങ്ങളെയും നിയന്ത്രിക്കുന്ന കേന്ദ്രം. തലച്ചോറിൻ്റെ മുൻഭാഗത്തുള്ള ഫ്രോണ്ടൽ ദളമാണ് ആത്മനിയന്ത്രണത്തിൻ്റെയും ആസൂത്രണത്തിൻ്റെയും കേന്ദ്രം. ഈ ഫ്രോണ്ടൽ ദളത്തിലെ ചില രാസതന്മാത്രകൾക്ക് വ്യത്യാസം വരുമ്പോഴാണ് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയുടെ ഇതുപോലെയുള്ള ചില പ്രത്യേകതകൾ കാണുന്നത്. അപ്പോൾ ഈ ഫ്രോണ്ടൽ ദളത്തിൻ്റെ രാസവസ്തുക്കളുടെ അളവിനെ ക്രമീകരിക്കാൻ സഹായിക്കുന്ന ചില ഔഷധങ്ങളുണ്ട്, മൂഡ് സ്റ്റെബിലൈസേഴ്സ്, വൈകാരിക സ്ഥിരത കൊണ്ടുവരാൻ പറ്റുന്ന ഔഷധങ്ങൾ. അത്തരം ഔഷധങ്ങൾ ഉപയോഗിച്ച് ആത്മനിയന്ത്രണവും ദേഷ്യ നിയന്ത്രണവും ഒക്കെ സാധ്യമാവും. ഇത് കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് മാത്രമായില്ല, മരുന്നുകൊണ്ട് മാത്രമായില്ല, ഇതിനോടൊപ്പം തന്നെ ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി അഥവാ വൈരുദ്ധ്യാത്മക സ്വഭാവ ചികിത്സ എന്ന് പറയാം. നമ്മുടെ സമൂഹം അങ്ങേയറ്റം മാന്യമായൊരു പെരുമാറ്റം ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇവരാണെങ്കിൽ എന്ത് വികാരം ഉണ്ടായാലും അനിയന്ത്രിതമായി പ്രകടിപ്പിക്കുന്ന രീതിയിലാണ്. ഈ രണ്ടിൻ്റെയും നടുക്കുള്ള ഒരു പാതയിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കണം. സമൂഹത്തിന് ശല്യമില്ലാത്ത രീതിയിൽ ഇവരുടെ സ്വഭാവം കൊണ്ടുപോകാൻ എത്തിക്കുന്ന രീതിയിലേക്ക് ഉള്ള ഒരു, എന്നാലും സന്തോഷം വന്നു കഴിഞ്ഞാലോ സങ്കടം വന്നാലോ അത് പ്രകടിപ്പിക്കണം. മറ്റുള്ളവർക്ക് അസ്വാരസ്യം ഉണ്ടാക്കാത്ത രീതിയിൽ പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് ഇവരുടെ രീതികളെ മാറ്റാനാണ് ഈ ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി. 4 സ്റ്റേജുകളായിട്ടാണ് അത് ചെയ്യുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ സ്വയം മുറിവേൽപ്പിക്കാനും ചികിത്സയിൽ ഇടപെടാനുമുള്ള ഇവരുടെ ആ ഒരു സ്വഭാവത്തെ പരിമിതപ്പെടുത്തുക. രണ്ടാം ഘട്ടത്തിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ദുഃഖകരമായ അനുഭവങ്ങളെ വിശകലനം ചെയ്ത്
അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. മൂന്നാം ഘട്ടത്തിൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു ആസൂത്രണമാണ്. ജീവിതം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം, ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ എങ്ങനെ അതിനെ മറികടക്കണം, ഇതൊന്ന് പ്ലാൻ ചെയ്ത് ഒരു ഫോർമാറ്റ് തയ്യാറാക്കുക. നാലാം ഘട്ടത്തിൽ ഒരല്പം ആത്മീയമായിട്ടുള്ള നിലയിലേക്ക് സ്വന്തം യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായിട്ടും അംഗീകരിച്ച് അതുമായി താതാത്മ്യം പ്രാപിച്ച് അതിൽ നിന്ന് പരിപൂർണമായ ഒരു ആസ്വാദനം കണ്ടെത്തുക. അങ്ങനെ വരുമ്പോൾ പുറമേയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിഷമം തോന്നുന്നതും ദേഷ്യം തോന്നുന്നതൊക്കെ കുറയാനുള്ള സാധ്യതയാണ്. പിന്നെ 4 ഘട്ടങ്ങളിലൂടെ പോകുന്ന ഒരുപാട് സമയമെടുക്കുന്ന ചുരുങ്ങിയത് ഒരു 20 സെഷനെങ്കിലും സമയമെടുക്കുന്ന സങ്കീർണമായിട്ടുള്ള ഒരു പെരുമാറ്റ ചികിത്സയാണ് ഈ ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി. അപ്പോൾ ഈ ഔഷധ ചികിത്സയും ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയും രണ്ടും കൂടെ സംയോജിപ്പിച്ച് ഉപയോഗിച്ചാൽ ഈ ബോർഡർ ലൈൻ വ്യക്തിത്വ വൈകല്യങ്ങളുടെ കാര്യത്തിൽ നല്ല രീതിയിലുള്ള പുരോഗതി ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരും. തീർച്ചയായിട്ടും സാറിൻ്റെ തിരക്കേറിയ സമയം പീപ്പിളിനോട് സഹകരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.